ഞാനുണ്ട് ഞാനുണ്ട് വിവരങ്ങളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞു. ഇവര് വിളിച്ചപ്പോഴത്തേനും അറിഞ്ഞു. ഞാൻ ഇങ്ങോട്ടങ്ങനെ വരവില്ലല്ലോ, അതുകൊണ്ട് ഇനി എന്നാ ആശുപത്രി പോണ്ടേ? എന്തെങ്കിലും വിശേഷം ഉള്ള ചെല്ലാൻ പറഞ്ഞു. വെള്ളം കുത്തിയെടുക്കാൻ ഇങ്ങനെ ആഴ്ചയിലൊന്ന് വെച്ച് വെള്ളം കുത്തിയെടുക്കണം. അതാ അവിടെ ചെല്ലണം, മെഡിക്കൽ കോളേജ് ചെല്ലണം. അതിന് ഒരു പോക്കിന് തന്നെ 2000 രൂപ പോകും. ഓട്ടോ കൂലിയും വണ്ടി കൂലിയും പിന്നെ ബ്ലഡ് ടെസ്റ്റും ഇതെല്ലാം ചെയ്തിട്ടാണ് വെള്ളം കൂലി എടുക്കുന്നത്. പിന്നെ മരുന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ച പോയിട്ട് മരുന്ന് പോലും എഴുതി മേടിച്ചിട്ട് മേടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്കും പിടിക്കുന്നു, പണിക്ക് പോക്ക് പണിക്ക് പോക്ക് നടക്കത്തില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? പിടിച്ചെഴുന്നേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്റ്റോക്കും കൂടെ ഉണ്ട്, ഹാർട്ടിന് അസുഖമുണ്ട്, കിഡ്നി ഉണ്ട്, ലിവറുണ്ട്, എല്ലാ അസുഖം അമ്മയ്ക്ക് അതുപോലെ തന്നെ. എന്നോടിപ്പം പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ? മെഡിക്കൽ കോളേജിൽ തന്നെ അതിന് തന്നെ ആയി 10 മെഡിക്കൽ കോളേജാന്ന് പറഞ്ഞാൽ 10-20 രൂപ. പിന്നെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചെലവെല്ലാം വരുന്നില്ല. പിന്നെ അതിൽ ലോൺ എടുക്കാം, എല്ലാം നമ്മൾ ലോൺ എടുക്കാം. അമ്മയുടെ ആണ്, അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കാവാലച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാവാലച്ചിറ എൻ്റെ തൊട്ടുപുറകെ കാണുന്നത് കാവാലച്ചിറ CSI പള്ളിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു സഹായ അഭ്യർത്ഥനയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം ഞാനിന്ന് രാവിലെ എനിക്കിന്നൊരു ഫോൺ വന്ന്, അപ്പോൾ ഞാനത് ആ ഫോൺ കേട്ടില്ല. ആ ഫോണിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേനും ആകപ്പാടെ എനിക്കൊരു ഭയങ്കര പ്രയാസമായിപ്പോയി. കാരണം ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ ഞാൻ അവിടെ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാനത് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ വീഡിയോ എടുക്കുക. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1-2 വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെല്ലാവരും സഹായിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. എനിക്കവിടെ അവരുടെ കഥകൾ കേട്ടിട്ട്, ആ വീട്ടിലിരുന്ന ആ കഥകൾ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതുപോലെ ഒരു അവസ്ഥയിലാണ് ആ കുടുംബം ഇന്ന് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്കും പോകാം, അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ സഹായങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് അത് വലിയൊരു ഉപകാരമായിരിക്കും. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. ഇത് കാവാലച്ചിറ CSI പള്ളിയാണ്. ഈ പള്ളിക്ക് തൊട്ട് സമീപമാണ് മഞ്ഞാക്കിയിൽ കുഞ്ഞുമോൻ എന്നയാൾ താമസിക്കുന്നത്. അദ്ദേഹവും ഭാര്യയും അതുപോലെ തന്നെ മകൻ ഷൈജുവിൻ്റെ ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. ഇത് നാരകത്തോട് കാവാലച്ചിറ റോഡിൽ നിന്ന് ഈ പള്ളിയുടെ ബോർഡ് കാണാം. ഇവിടുന്ന് നേരെ വലത്തോട്ട് കയറി പോകുന്നിടത്ത് ഇതാണ്. ഇതിലേ പോകുമ്പോഴാണ് CSI പള്ളി ഉള്ളത്. ഈ റോഡ് ജൽജീവൻ്റെ പൈപ്പിന് വേണ്ടി കുഴിയെടുത്തതാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 3-4 വർഷമായി. ഇതിലൊരു വണ്ടി വിളിച്ചാൽ പോലും പോകത്തില്ല. ആശുപത്രിയിൽ പോകാനൊക്കെ ഒരുപാട് ഈ പ്രദേശമൊക്കെ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലമാണ്. ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കുടിവെള്ളവും ഇല്ല. അതുപോലെ ഇതിൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ല. വണ്ടിക്കാരൻ കുഴപ്പമില്ല, അതുപോലെ മോശമായി കിടക്കുകയാണ്. നമുക്ക് സ്കൂട്ടർ കൊണ്ട് പോലും കയറി വരാൻ മേലാത്ത പോലെ. ഇത് നല്ലൊരു കുത്ത് കയറ്റവും കൂടെയാണ് ഈ പള്ളിയുടെ അങ്ങോട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കണ്ടോ, അത്രയ്ക്കും ദുർഘടമായിട്ട് കിടക്കുകയാണ് ഈ പള്ളിയുടെ ഏറ്റവും. ഞാൻ മോള് വശത്ത് വന്നു, ഈ കയറ്റം കയറി ഏറ്റവും മോള് വശത്ത് വരുമ്പോഴത്തേന് ഇവിടെയാണ് കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീട്. അപ്പം നമുക്ക് ആ വീട്ടിലേക്ക് പോകാം. ഇവിടുന്ന് വലത്തോട്ടൊരു ചെറിയൊരു തൊണ്ടാണ്, ഒരു ചെറിയ നടപ്പാത. കണ്ടോ, ഇവിടെ മുഴുവൻ ഇങ്ങനെയുള്ള റോഡുകളാണ്. ഇവിടെ യാതൊരു പഞ്ചായത്തിൻ്റെ യാതൊരു മെയിൻ്റനൻസ് വർക്കുകളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ പൈപ്പ് ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ പാറമടയിൽ നിന്നൊക്കെയാണ് ഇവർ വെള്ളം എടുക്കുന്നത്. ഇതിലെ ഈ രോഗിയെ കൊണ്ട് പോകുന്ന അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനടുത്തൊരു വീട്ടിലെ ഞാൻ വീഡിയോ ഇട്ടതാണ്. അവർക്കും ഇതുപോലെ തന്നെ വഴിയുടെ വലിയ പ്രശ്നമായിരുന്നു. ഇവിടെ നിന്ന് ഈ വീടാണ് കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീട്. ഈ വീടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കാരണം വീട് തന്നെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഇതേത് നിമിഷവും താഴെ വീഴാവുന്ന പരുവത്തിലാണ്. ഒരു കതകോ കാര്യങ്ങളോ ജനലോ ഒന്നുമില്ല. നമുക്ക് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വീട് ഉണ്ടെന്ന് പോലും നമുക്ക് കണ്ട അതിശയം വരും. കാരണം ഇത് ഷൈജുവിൻ്റെ പെങ്ങളാണ്. കുറച്ച് നാൾ മുമ്പ് മരണപ്പെട്ടതാണ്. കിഡ്നി 2 ഫെയിലറായി
പോയതാണ്. 2013-14 ആ സമയത്തൊക്കെയാണ് മരണം നടക്കുന്നത്. പെങ്ങൾക്കൊരു കല്യാണം ആലോചനയൊക്കെ റെഡിയായി വന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഈ വീടും സ്ഥലമൊക്കെ ബാങ്കിൽ വെച്ചൊരു ലോൺ എടുത്തായിരുന്നു കല്യാണത്തിന് വേണ്ടി. അപ്പോൾ ആ പൈസ കൊണ്ട് എന്നാലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. അപ്പം അത് ആളെ കിട്ടിയില്ല, ആൾ മരണപ്പെടുകയായിരുന്നു. അപ്പോൾ അവർ കിഡ്നി കൊടുക്കാനൊക്കെ വീട്ടുകാർ തന്നെ തയ്യാറായതാണ്. അത് വീടിൻ്റെ ഒരു കതക് പോലും നമുക്ക് അടച്ചുറപ്പുള്ള ഇല്ല, ജനലായിട്ട് കട്ടളയായിട്ട് ഒന്നും, വീട് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ഏത് നിമിഷവും അത് താഴെ പോകുന്ന അവസ്ഥയിലാണ്. അതുപോലെ ഈ മുറിയിലൊക്കെ ഇതുണ്ട്, ഇവിടെ ഒരു എന്താ കല്ല് ഇത് വെച്ച് തൂണ് വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഷൈജു 2 പിള്ളേരും ഉണ്ട് അവിടെ. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുമോൻ ചേട്ടനും ഷൈജുവിൻ്റെ അമ്മയ്ക്കും എല്ലാം മേലാത്ത അസുഖമാണ്. അമ്മയ്ക്ക് ബ്രസ്റ്റിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അത് തന്നെയല്ല കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. കുഞ്ഞുമോൻ ചേട്ടന് ഇപ്പോൾ എല്ലാ അസുഖങ്ങളും വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നോക്കുകയും അമ്മയെ നോക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഷൈജുവിനും വൈഫിനും ജോലിക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കടബാധ്യതയും. ഇപ്പോൾ ഇവർക്ക് ലൈഫ് മിഷൻ്റെ വീട് അനുവദിച്ചിട്ടുണ്ട്. വീട് അനുവദിച്ചെന്ന് പറഞ്ഞാൽ വീട് പണിയണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ലോൺ എടുത്തിരിക്കുന്നതുകൊണ്ട് പിള്ളേരുടെ ആവശ്യം അതുപോലെ ചികിത്സയ്ക്ക് ഒക്കെ ആയിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു ഞാൻ ഈ മരുന്നും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അച്ഛനും അമ്മയ്ക്കും ഉള്ള മരുന്നെന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു മാസം 10-30,000 രൂപ എടുത്ത് മരുന്നിന് തന്നെ വേണം. ഇവർ 2 പേർക്കും ജോലിക്കും കൂടെ പോകാൻ മേലാത്തൊരവസ്ഥയാണ്. മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഒരു പള്ളിക്കാർ ഒക്കെ കുറച്ച് പൈസയൊക്കെ, അതുപോലെ നാട്ടുകാരും അതുപോലെ ഷൈജുവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അവരെല്ലാം മിക്ക ദിവസം സഹായിച്ചുകൊണ്ടാണ് അവർ ഇതുവരെ ഒന്ന് പിടിച്ചു നിന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പം ഒരു പിടിച്ചു നിൽക്കാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും ചികിത്സാ ചിലവ് കൂടുന്നു. ഇവർക്ക് പണിക്ക് പോലും പോകാൻ മേലാത്തൊരവസ്ഥയെന്ന് പറയുന്നത് അറിയരുത്. നമുക്കറിയാം ഇവരുടെയൊക്കെ ഇതുണ്ട്. ആശുപത്രിയിലെ ചീട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇത് എന്തുമാത്രം ചികിത്സ. ഇവരെ മിക്ക ദിവസവും ഹോസ്പിറ്റലാണ്. അതുപോലെ കുഞ്ഞോൻ ചേട്ടൻ്റെ വയറ്റിന് വെള്ളം കെട്ടുകയാണ്. അത് മിക്ക ദിവസവും അതിന് തന്നെ ഒരു ദിവസം 2,000 രൂപ അതിന് തന്നെയാവും. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വെള്ളം എടുത്തിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അതിന് പൈസ ആവുന്നുണ്ട്. അമ്മയ്ക്ക് മരുന്ന്, അതുപോലെ പിള്ളേർക്ക് പഠന കാര്യങ്ങൾ, അതുപോലെ വീടിൻ്റെ ലോണ്, അത് വീട്ടിലെങ്ങനെ അവർക്ക് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളിതൊക്കെ വന്ന് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് എൻ്റെ വേറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ശരിക്കും ഞാൻ പറഞ്ഞ സത്യമാണ്, കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഇതുപോലൊരു അവസ്ഥയെന്ന് പറയുന്നത് ഷൈജു ഏത് ജോലിക്ക് പോകാനും തയ്യാറാണ്. പക്ഷേ അച്ഛനും അമ്മയും ഇട്ടിട്ട് എങ്ങോട്ട് പോകാൻ പറ്റുമെന്നാണ്. ഒരാളുടെ സഹായം ഇല്ലാതെ ഷൈജുവിൻ്റെ വൈഫിനെ സംബന്ധിച്ച് പുള്ളിക്ക് അടുത്തേക്ക് ഒരു ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അത് കോവിഡിന് ശേഷം ആ ജോലി നഷ്ടപ്പെട്ടു. അത് കാരണം അതും പോകാൻ പറ്റിയില്ല. അത് കാരണം ഇപ്പം ഒരു ചെറിയ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും താൽക്കാലികമായിട്ട് അവിടെ പോലും സ്ഥിരമായിട്ട് പോകാൻ പറ്റത്തില്ല. ഏത് നിമിഷവും അതും പോകാവുന്ന അവസ്ഥയിലാണ്. കാരണം അറിയരുത്, വീട്ടിലെ ഇവർക്ക് 2 പേരുടെ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അച്ഛന് കുഞ്ഞുമോൻ ചേട്ടനൊന്ന് ഒരാളുടെ സഹായം ഇല്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ കണ്ടതല്ലേ വീഡിയോക്കകത്ത്. അവർ മുട്ടാത്ത വാതിലുകളില്ല. അത് ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ആരോടും പറഞ്ഞാൽ മനസ്സിലാവുകയില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഈ വീട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നിങ്ങൾ സഹായിച്ചതാണ്. എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ഒരു സഹായം തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ 7 ലക്ഷം രൂപയോളം അടയ്ക്കാനുണ്ടോ മൊത്തം? ഹോസ്പിറ്റലിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു ഇത് വന്നിരിക്കുകയാണ്. ഇവരെടുത്തിരിക്കുന്നതെല്ലാം കൂടെ ഇപ്പം പലിശ സഹിതം എല്ലാം കൂടെ വന്നപ്പോൾ 7 ലക്ഷം രൂപയും കൂടെ ഉണ്ട്. അതൊരു ഇടുത്തി പോലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഇവരിത് കേട്ട് നിൽക്കുന്നത്. അത് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. അത് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ പിന്നെ ബാങ്കുകാരോടൊക്കെ പറഞ്ഞ് അവരൊക്കെ ഈ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓരോ കാര്യത്തിനൊക്കെ സാവകാശം കൊടുക്കുന്നുണ്ട്. എങ്കിലും അതടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. ബാങ്കിൻ്റെ ആണേലും എനിക്കറിയാം. അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക അല്ലേ?
ഇതാണ് ഷൈജുവിൻ്റെ പെങ്ങള്. 2013-14 കാലഘട്ടത്തിലാണ് മരണം സംഭവിക്കുന്നത്. 2 കിഡ്നിയും ഫെയിലറായി പോയതാണ്. അപ്പോൾ ഷൈജുവിൻ്റെ കിഡ്നിയൊക്കെ കൊടുക്കാനൊക്കെ അവർ താല്പര്യപ്പെട്ടൊക്കെ വന്നതായിരുന്നു. പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് മരണം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് തന്നെ ഇവർ ഒരുപാട് പൈസ ചിലവാക്കിയതാണ്. വീടിൻ്റെ പൊട്ടിപ്പൊളിയാത്ത ഒരു ഭാഗം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് പണിയണമെന്നുണ്ടെങ്കിൽ തൊട്ടുപുറയിലൊരു ഷെഡ് വെച്ച് അങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ പോലും ഈ അച്ഛനെ അമ്മയായിട്ട് ഒരു ഷെഡിലോട്ട് എങ്ങനെ മാറുമെന്നും കണക്കൂട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് ആശുപത്രിയിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ കേട്ടായിരുന്നു, ഇത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം, വഴിയില്ലാത്തതുകൊണ്ട് അതിനും അയൽവക്കംകാരുടെ 3-4 പേരുടെ സഹായം ഇല്ലാതെ ഇവരെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഒരു വാടക വീട്ടിലോട്ട് ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് ഒരു വാടക വീട്ടിലോട്ട് മാറുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വാടക കൊടുക്കാൻ പോലും ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ്. എന്നെ ഇന്ന് രാവിലെ വിളിച്ചത് ഷൈജുവിൻ്റെ വൈഫിൻ്റെ സുഹൃത്താണ് എന്നെ വിളിച്ചത്. പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് ഈ കഥകൾ പറഞ്ഞെന്ന് പറയുന്നത് അവരുടെ അതുപോലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഒരു വിധത്തിലും പോകാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണെന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജെന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പം നമ്മളെല്ലാം മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബം ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും അവർക്കതൊരു സഹായമാവും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ അക്കൗണ്ട് നമ്പര്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഗൂഗിൾ പേ നമ്പര് എല്ലാം ഞാനിവിടെ കൊടുക്കുകയാണ്. SPT മീനടം ബ്രാഞ്ചിലാണ് ഇവരുടെ അക്കൗണ്ട്. അമ്മയുടെ പേരിലാണ് അക്കൗണ്ട്, ഷൈജുവിൻ്റെ അമ്മയുടെ പേരിൽ. ഷൈജുവിൻ്റെ നമ്പറിലാണ് ഗൂഗിൾ പേ ഉള്ളത്, അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അന്നമ്മ ജോസഫ് എന്നായിരിക്കും ഗൂഗിൾ പേ അടിക്കുമ്പം കാണുന്നത്. ഷൈജുവിൻ്റെ പെങ്ങളുടെ മരണത്തിന് തൊട്ട് മുമ്പ് തന്നെ അച്ഛൻ കുഞ്ഞുമോൻ ചേട്ടൻ അസുഖം തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ 2010 ഏറെക്കുറെ 10 വർഷത്തോളമായി ഇവരിപ്പോൾ ഈ കുടുംബം ചികിത്സ നടത്തിക്കൊണ്ട് ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഷൈജു എന്നോട് പറഞ്ഞു ഇനി മുട്ടാത്ത വാതിലുകളില്ലെന്ന് പറഞ്ഞു. കാരണം ഈ 10 വർഷക്കാലം അറിയരുതോ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകണം, അതിനോടൊപ്പം തന്നെ ഇവരുടെ ചികിത്സാ ചെലവും കൂടെ ഒരു വിധത്തിലും താങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. ഈ പ്രദേശത്തെ വഴികളുടെ അവസ്ഥ മുഴുവൻ ഇതുപോലെയാണ്. എല്ലാ വഴി ഇതുപോലെയാണ്. ഇവിടെ ഒന്നും ഒരു ചെറിയ രീതിയിൽ പോലും ഒരു മെയിൻ്റനൻസ് വർക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിൽ എത്ര 3-4 പേരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ഒരു ഓട്ടോറിക്ഷയിലെങ്കിലും എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓട്ടോറിക്ഷക്കാർ ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് പറഞ്ഞത്. ഇത് മറ്റൊരു വഴിയാണ് കാവാലച്ചിറയിലേക്ക്. പൊങ്ങമ്പാറ വഴി വരുമ്പം കാവാലച്ചിറയ്ക്ക് പോകുന്ന വഴിയാണ്. ഇതൊരു വലിയ കുത്തുകയറ്റാണ്. ഇതിൻ്റെ മുകൾ വശം മുഴുവൻ വാഹനമൊന്നും പോകത്തില്ല. അതുപോലെ ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്.